ഒലക്കര മൂട്. അയ്യപ്പാ ഞങ്ങൾക്ക് എന്തിനീ വിധി, അയ്യപ്പോ ഞങ്ങൾക്ക് എന്തിനീ വിധി. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പിണറായിക്ക് വള്ളിക്കെട്ട് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ. ആഗോള പരാജയം, ആഗോള പരാജയം. ഓ ഇന്നലെ മുതൽ തുടങ്ങിയതാ ഇവരുടെ കാര്യത്തിൽ. സമ്പൂർണ്ണ വിജയം, സമ്പൂർണ്ണ വിജയം എന്ന് പറഞ്ഞു. വിജയനോ? ആഗോള വിജയനോ? ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിരുന്നത് പോകുകയും ചെയ്തു. വല്ല കാര്യം ഉണ്ടായിരുന്നു? വല്ല കാര്യം? അയ്യോ, നിങ്ങളുടെ കാര്യം ആ പണഞ്ഞോണ്ട് വരുന്നത്. നിങ്ങൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് ബദലായി പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നു. അതിന് വഴി വെട്ടിക്കൊടുത്തത് ആരാ? പിണറായി. പിണറായി അല്ലെങ്കിൽ എല്ലാവർക്കും വഴി വെട്ടിക്കൊടുക്കുന്നവനാ. എടോ 2018 നിങ്ങൾ ശബരിമല യുദ്ധക്കളമാക്കിയത് ഭക്തരൊക്കെ ഇങ്ങനെ ആ വിഷയം അങ്ങോട്ട് വിട്ടു മാറി വരികയായിരുന്നു. അയ്യപ്പ സംഗമം നടത്തി വീണ്ടും അതെല്ലാം കൂടെ കുത്തിപ്പോക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്വന്തം മൂട്ടിൽ തന്നെ ഇപ്പൊ പൊട്ടിയില്ലേ? സ്വന്തം മൂട്ടിൽ തന്നെ പൊട്ടിയില്ലേ? ഞങ്ങൾ ഇത് വികസനത്തിന് വേണ്ടിട്ട്, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നല്ല ഉദ്ദേശത്തോടെ ചെയ്തതായിരുന്നു. ഇറങ്ങാൻ ഇനി 10 മാസം കൂടെ ബാക്കിയുള്ളപ്പോ നിങ്ങൾക്ക് ശബരിമലയിൽ വികസനം നടത്തണം. 9 വർഷം നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല, പറ്റിയില്ല. അതെ, അവസാനം ഇപ്പൊ പിണറായി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പറ്റിപ്പോയി ക്ഷമിക്കണം ഭക്തരെ എന്ന്. ഞങ്ങൾ ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വികസനം? ആഗോള വിജയമായിരുന്നു ഞങ്ങളുടെ. എന്ത് വികസനം? പിന്നെ എന്തോ ശബരിമല ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വല്ല പ്ലാനുണ്ടോ? അതാണല്ലേ അപ്പൊ പ്ലാന്? ഞാൻ പറഞ്ഞില്ലേ അതാണ് ലക്ഷ്യം. അയ്യോ, അതൊന്നല്ല ലക്ഷ്യം. സുഖവാസ കേന്ദ്രമാക്കാൻ എന്തോടാ അത്? വട്ടായോ? അത് ഭക്തരുടെ ഏറ്റവും വിലപ്പെട്ട സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അന്ന് വനിതകളെ കയറ്റിയപ്പോ തന്നെ കിട്ടിയത്. കിട്ടി. ആ കിട്ടിയതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ആ വേദനയിലാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വോട്ട് പെട്ടിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചീറ്റി, തുടക്കത്തിലേ ചീറ്റി. സംഘപരിവാർ സംഘടനകളുടെ കയ്യിലേക്ക് വടി കൊണ്ടു കൊടുത്തു. സംഘപരിവാർ സംഘടനകൾ ഭക്തർ നടത്തുന്ന ആഗോള അയ്യപ്പ സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്തി. കൃത്യമായ രാഷ്ട്രീയമാണ് അതിലുള്ളത്. സംഘപരിവാറിന്റെ ഭക്തരാണ് പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വന്ന് നിന്നിട്ട് അയ്യപ്പ സംരക്ഷണ സംഗമം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് പന്തളം രാജകൊട്ടാരത്തിലെ രാജാവ് നാരായണ വർമ്മ അവരുടെ പരിപാടിക്ക് പിന്തുണ കൊടുത്തു. പോയില്ലല്ലോ, പിന്തുണ അറിയിച്ചു. പോയില്ലല്ലോ. നിങ്ങളുടെ പരിപാടിക്ക് വന്നായിരുന്നു, പിന്തുണ അറിയിച്ചായിരുന്നു? ഇല്ലല്ലോ. പന്തളം കൊട്ടാരത്തിലാണ് അയ്യപ്പൻ വളർന്നത്. അപ്പൊ പന്തളം രാജകൊട്ടാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട. അയ്യപ്പന്റെ ആഭരണങ്ങളെല്ലാം ഇപ്പോഴും അവിടെയാണ്. മന്ത്രി പറഞ്ഞോണ്ട് മന്ത്രിമാരെ അറിയാവൂ, രാജാക്കന്മാരെ അറിയില്ല. രാജഭരണം അറിയത്തില്ലെന്ന് മന്ത്രി മുഖ്യമന്ത്രി മാത്രം അറിയാം. അതെ. എന്നിട്ട് രാജാവിനെ പോലെയാണല്ലോ പെരുമാറുന്നത്. മുഖ്യമന്ത്രി ആണെങ്കിലും അത് രാജാവ് തന്നെയാണ്. ജനങ്ങളുടെ രാജാവ്, ജനമനസ്സുകളുടെ രാജാവ്. അങ്ങനെ ഞങ്ങൾക്ക് രാജാവിന്റെ ആവശ്യമില്ല. ജനമനസ്സുകളിൽ അന്തം കമ്മികളുടെ ഉള്ളിൽ മാത്രം രാജാവ്. എല്ലാവരുടെ അങ്ങ് നിങ്ങൾ മൊത്തം അങ്ങ് കേരളത്തിന്റെ പറയാതെ അന്തം കമ്മികൾ എന്ന് മാത്രം പറഞ്ഞാ പോരെ? അന്തം കമ്മികളല്ല, കുന്തം കമ്മികൾ. കുന്തം കമ്മികൾ എന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത്. അതെ, വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ദാണ്ട സംഘപരിവാറുകാര് പന്തളത്ത് നടത്തുന്ന അയ്യപ്പ സംരക്ഷണ സംഗമത്തിന് പന്തളം രാജകൊട്ടാരം പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പരിപാടി തൂത്തുവാരി താഴെ എടുത്ത് കളയുകയും ചെയ്തു. ഭക്തർ എവിടെയുണ്ടോ അവിടെ അയ്യപ്പൻ ഉണ്ടാകും എന്നാണ് പന്തളം രാജാവ് പറഞ്ഞത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി എവിടെയുണ്ടോ അവിടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ വന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല വരേണ്ടത്, അയ്യപ്പനാണ് വരേണ്ടത്. ഭക്തിക്ക് വേണ്ടിയാണല്ലോ പരിപാടി നടത്തിയതെന്ന് നിങ്ങൾ പറയുന്നു. വിരലെണ്ണീട്ട് പോലും ഒരു ഭക്തരെ കണ്ടില്ല. അപ്പൊ മറ്റേ പമ്പയില് കണ്ടത് മുഴുവൻ VIP-കളെയും VVIP-കളെയും മാത്രം. പക്ഷെ പന്തളത്ത് നടത്തുന്ന പരിപാടിയിൽ സാധാരണക്കാരായ ഭക്തരാണ് പങ്കെടുത്തത്. മാസങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റേ ആഗോള അയ്യപ്പ സംഗമത്തിന് മറ്റേ ചട്ടം കെട്ടി വരികയായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച എണ്ണ ആൾക്കാർ അവിടെ എത്തിയില്ല. പക്ഷെ നമ്മുടെ പന്തളത്ത് നടത്തിയ പരിപാടിയിൽ ഇഷ്ടം പോലെ ആള് വന്നു. അത് പിന്നെ നടത്തുന്നത് ആരാണ്? ശബരിമല കർമ്മസമിതി. അപ്പൊ പിന്നെ ഭക്തർ വരാതിരിക്കോ? ഇത് നടത്തുന്നത്
ഇത് നടത്തിയത് ആരാണ്? ദേവസ്വം. അപ്പൊ പിന്നെ ഭക്തർ എങ്ങനെ വരും? അയ്യോ, എന്നിട്ട് ഭക്തർക്ക് വേണ്ടിയെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതെ, ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പള്ളിയിലോട്ട് അയ്യോ, VVIP-കളെയും പൗരപ്രമുഖരെയും മാത്രം വിളിച്ച ചടങ്ങിലേക്ക് എങ്ങനെയാണോ സാധാരണക്കാരി വരുന്നത്? നിങ്ങൾക്ക് VVIP-കളും VIP-കളും ആണല്ലോ വേണ്ടത് എല്ലാ പരിപാടിക്കും. നവകേരള യാത്രയ്ക്ക് പൗരപ്രമുഖര്, അയ്യപ്പ സംഗമത്തിന് പൗരപ്രമുഖര്, എന്നിട്ട് പറഞ്ഞതോ ഭക്തർക്ക് വേണ്ടി പരിപാടി നടത്തിയത്. ശബരിമല ലോകത്തിന്റെ നെറുകയെ കൊണ്ട് എത്തിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടില്ല ഞങ്ങൾ ഈ അത് പിണറായി വന്നപ്പോഴാണോ ലോകത്തിന്റെ നെറുകയിൽ ശബരിമല എത്തിയത്? അതിന് മുമ്പ് എത്തിയില്ലേ? കുറച്ചുകൂടി എത്തിക്കണമെന്ന് നമ്മുടെ ഭരണ സർക്കാർ. അയ്യോ, 2018 നിങ്ങൾ കുറച്ചുകൂടെ എത്തിച്ചായിരുന്നല്ലോ അങ്ങ്. അതിന്റെ അവിടെ ഭക്തരെ അടിച്ചൊതുക്കിയപ്പോഴത്തേക്ക് നാട് മുഴുവൻ, ലോകം മുഴുവൻ അറിഞ്ഞായിരുന്നു. അതിന്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്നിട്ട് അത് അതിനേക്കാൾ വലിയ ക്ഷീണമായല്ലോ ഇപ്പൊ. പിന്നെ അത് വിജയിച്ചോ ഇല്ലെന്ന് പറയട്ടെ. ആദ്യം ഞങ്ങളുടെ മുഖ്യമന്ത്രി ശബരിമലയിൽ വരണം എന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയക്കാര് വരണ്ട, മുഖ്യമന്ത്രി എന്തിനു വരണവര് ചോദിച്ച് കുറെ പേര് ചോദിച്ചില്ലേ? ഇവര് ഈ മറ്റേ ശബരിമല സംരക്ഷണ യോഗത്തിന് വരുന്നത് ആരെന്നറിയാമോ? ആ BJP നേതാവ് അണ്ണാമലൈ. അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി കുഴപ്പം അല്ലേ? സംഘപരിവാറുകാർ നടത്തുന്ന പരിപാടിക്ക് പിന്നെ BJP-കാരെ അല്ല CPM-കാരെ വിളിക്കുവോടോ? പിന്നെ അണ്ണാമല രാഷ്ട്രീയക്കാരനല്ലേ? ഞങ്ങളുടെ മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരനല്ലേ? പിന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പൊ എന്തായിരുന്നു ഇത്ര പ്രശ്നം? രാഷ്ട്രീയവും മതവും കൂട്ടി കലർത്തരെന്ന് പറഞ്ഞു. അണ്ണാമല വ്യത്യാസമുണ്ട്. നിങ്ങളുടെ മുഖ്യൻ ഇതെല്ലാം മിത്താണെന്നല്ലേ പറയുന്നത്, പക്ഷെ അണ്ണാമല വിശ്വാസത്തെ പിന്തുണച്ചിട്ടുള്ള ആളാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾക്ക് കൊണ്ടൊരു വിശ്വാസി. ഏത് വിശ്വാസി? ഒരാളുടെ പേര് പറ. എന്നിട്ട് ജോത്സ്യന്റെ അടുക്കെ പോയത് വെറുതെ കാണാനാണെന്നാണല്ലോ MV ഗോവിന്ദൻ പറഞ്ഞത്. എടോ, ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങ് സമ്മതിക്കണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങളുടെ നേതാക്കളെല്ലാം മറ്റേ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നാണല്ലോ. വിശ്വാസം ഇല്ല. എന്താണോ? ഞങ്ങൾക്ക് കുറച്ചുപേർക്ക് വിശ്വാസമുണ്ട്, കുറച്ചുപേർക്ക് വിശ്വാസം ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? പിന്നെന്തിനാ വിശ്വാസപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് നിങ്ങൾ പോകുന്ന എന്തിനാ? അത് പിന്നെ വിശ്വാസപരമായ ചടങ്ങ് ഞങ്ങളെ വിളിക്കണേ എന്തിനാ? വിളിക്കണോ ചോദിക്കും എന്തിനാ ഞങ്ങളെ വിളിക്കണേന്ന്. വിളിക്കുന്നിടത്ത് എല്ലാം അങ്ങ് വലിയൊരു പോകും. വിളിക്കുന്നിടത്ത് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്തുവാ കാര്യം? ഇപ്പൊ എന്തുവാണേലും സംഘപരിവാറിനെ നിങ്ങൾ കൊണ്ടുപോയി ഗോൾ അടിച്ചു കൊടുത്തു. അവരുടെ കോർട്ടിൽ കൊണ്ട് ഗോൾ അടിച്ചു കൊടുത്തു. അവർ കണ്ട അവിടെ ഭക്തരെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവിടെ പരിപാടി നടത്തുന്നത്. പന്തളം രാജകൊട്ടാരം അതിന് പിന്തുണയും കൊടുത്തു. സ്വാമിമാരല്ലേ? സാധാരണക്കാരൊന്നുമില്ലല്ലോ. ഭക്തര് വന്ന് നിൽക്കുന്ന ഫോട്ടോ ഒന്നും കണ്ടില്ലായിരുന്നു. അത് പിന്നെ AI ആയിരിക്കും. AI ആണ് എല്ലാം. AI മൂത്ത് പ്രാന്തായി. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ പരിപാടി വിജയമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ G സുധാകരൻ സഖാവിന്ന് എന്താ പറഞ്ഞത്? G സുധാകരൻ പറഞ്ഞ എന്താണ്? G സുധാകരൻ പറഞ്ഞു, ശ്രീനാരായണ സംഘടനകൾ അധികാരമുള്ളവരുടെ കൂടെയല്ല, ആദർശമുള്ളവരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന്. ആ പറഞ്ഞതിന്റെ ധ്വനി എന്താണ്? എന്തെങ്കിലും പിടിച്ചോണ്ട് വരുമ്പോഴേക്കും എല്ലാം തകർത്ത് തരിപ്പണാക്കി ഏതെങ്കിലും പൊങ്ങി വരും. ഇത്തിരി തൊയ്ര്യം തരുവോ? സമാധാനമായിട്ടൊന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരട്ടെ. അതിന്റെ ഇടയ്ക്കൂടി ഇങ്ങനെ ഇടങ്കോലിട്ടോണ്ട് ഓരോന്ന്. അതെ, അതായത് സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്ന് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിയപ്പോഴത്തേക്ക് പിണറായി സ്വപ്നം കണ്ടു ഈഴവ വോട്ടെല്ലാം കിട്ടി. പിറ്റേ ദിവസം ഉറക്കം ഉണർന്നപ്പോഴത്തേക്ക് ദാണ്ട് കിടക്കുന്ന G സുധാകരൻ മൂട്ടിൽ കൊണ്ടുപോയി പടക്കം പൊട്ടിച്ചേക്കുന്നത്. അധികാരമുള്ളവരുടെ കൂടെ അല്ല, ആദർശമുള്ളവരുടെ കൂടെ ശ്രീനാരായണ സംഘടനകൾ നിൽക്കണം. മന്ത്രിയാക്കത്തിന്റെ ചൊറച്ചില്. എന്ത് ചൊറച്ചില്? തീർത്തതാണ്. അപ്പൊ നിങ്ങളുടെ പിണറായിക്ക് ആദർശമില്ല എന്നല്ലേ G സുധാകരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആദർശം ഞങ്ങൾക്ക് വോട്ടിന് പണ്ടേ ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. പിണറായി വന്നതിന് ശേഷം ഇല്ല എന്ന് പറയുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ആദർശം കമ്മ്യൂണിസം. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു ആദർശം ഇല്ല. അതല്ലേ? മുണ്ട് പൊക്കിയ ഒരു സൈഡിൽ പച്ച, ഒരു സൈഡിൽ കാവി, എന്നിട്ടാണ് നിങ്ങൾക്ക് ആദർശം. VD സതീശന്റെ അല്ല, പിണറായിയുടെ. അതൊക്കെ പോട്ടെ. എനിക്കതല്ല, എനിക്ക് നിങ്ങളോട് 10 വർത്താനം പറയാനുള്ളത്. മറ്റേ വേദിയിൽ വെച്ച് മന്ത്രി V വാസവൻ ലെറ്റർ വായിക്കുക, യോഗി ആദിത്യനാഥിന്റെ ആശംസ കാർഡ് പൊക്കി പിടിച്ച് വായിക്കുക. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോടോ? നിങ്ങൾക്ക് യോഗി ആദിത്യനാഥിനെ പരിപാടിയിലേക്ക് വിളിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടായിരുന്നോ? അങ്ങേര് അവിടെ കുംഭമേള, UP-യിൽ കുംഭമേള നടത്തിയപ്പോൾ നിങ്ങൾ എന്തുവരെന്ന് പറഞ്ഞത്? സർക്കാരിന്റെ കാശ് മുഴുവൻ വെള്ളത്തിൽ കൊണ്ട് കലക്കി കളയുന്നത് യോഗി ആദിത്യനാഥ്. അവിടെ വെള്ളത്തിൽ വന്ന് മുങ്ങുന്നവർക്ക് കുംഭമേള എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ യോഗി ആദിത്യനാഥ് മുക്കി കളയുന്നെന്ന്. നിങ്ങൾക്ക് യോഗി ആദിത്യനാഥ് അവിടെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു കുംഭമേള നടത്തിയപ്പോൾ വിമർശിച്ച നിങ്ങൾക്ക് ഉളുപ്പുണ്ടോടോ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ? അതേപോലെ ശബരിമലയില്
ഞങ്ങളാണോ നടത്തിയത്? ഇവിടെയാണ് പ്രശ്നം. ഞങ്ങളാണോ നടത്തിയത്? ഓക്കെ ശരി, വേദിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എവിടായിരുന്നു നിന്നത്? എനിക്കറിയാം, ഞാൻ സ്ഥാനം നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ കണ്ടത് സർക്കാരിന്റെ പരിപാടിയായിട്ടാ. സർക്കാരിന്റെ ആൾക്കാർ അവിടെ നിരന്ന് നിൽക്കുന്നു. പിന്നെ വെള്ളാപ്പള്ളി നടേശനും മറ്റേ NSSന്റെ ആളും അവിടെ നിരന്ന് നിൽക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചീട്ട് നോക്കിയിട്ട് അവിടെ കണ്ടു. കാണിക്കണ്ടേ? നിങ്ങളുടെ കൈരളി പോലും നോക്കിയിട്ട് തപ്പി നോക്കിയിട്ട് ദേവസ്വം പ്രസിഡന്റിനെ കണ്ടില്ല. ഒളിഞ്ഞു നോക്കുന്ന ഞങ്ങളുടെ ശീലം, ഒളിഞ്ഞു നോക്കുന്ന ശീലം നിങ്ങൾക്ക് അല്ലേ ഉള്ളത്? നിങ്ങൾ നോക്കാത്ത ആരൊക്കെ എവിടെ നീങ്ങുന്നു? ഇനി അതാണ് ഇനി അടുത്ത പ്രശ്നം. ഞങ്ങളത് ആഗോള വിജയമായിരുന്നു. ആഗോള വിജയൻ ഇപ്പൊ കെട്ടടങ്ങിയിരിക്കുക, കാറ്റ് പോയിട്ട്. അത് പിന്നെ അവരുടെ ശബരിമല സംരക്ഷണ, അവരുടെ ശബരിമലയോ? അയ്യോ അങ്ങനെയില്ല. ആ ശബരിമല സംരക്ഷണ സംഗമം അവരുടെ ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങളുടെ ആഗോള, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അനാവശ്യം. ഞങ്ങളൊന്നും ബാധിക്കില്ല, ഞങ്ങളൊന്നും ബാധിക്കില്ല. എന്തിനാ മറ്റേ നിങ്ങളുടെ MP ഗോവിന്ദൻ കരയുന്നത്? എന്ത് കരഞ്ഞ്? ഇപ്പൊ പരിപാടി വിജയമായിരുന്നു. ദേവസ്വം ബോർഡ് എടോ, എന്റെ ഒരു നിസ്സാര ചോദ്യം, ദേവസ്വം ബോർഡിന്റെ പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമമെങ്കിൽ അത് പൊളിഞ്ഞാലും വിജയിച്ചാലും ദേവസ്വം പ്രസിഡന്റ് അല്ലേ വന്ന് മറുപടി പറയേണ്ടത്? മുഖ്യമന്ത്രി നിർത്ത്. ദേവസ്വം ബോർഡിന്റെ പരിപാടി ആര് ഉദ്ഘാടിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ പറയുന്നു ദേവസ്വം ബോർഡിന്റെ പരിപാടി. അങ്ങനെയാണെങ്കിൽ പൊളിഞ്ഞെങ്കിലും വിജയിച്ചെങ്കിലും ദേവസ്വം പ്രസിഡന്റ് അല്ലേ വാർത്താ സമ്മേളനം നടത്തേണ്ടത്? എന്തിനാണ് MP ഗോവിന്ദൻ വന്നിരുന്ന് മോങ്ങുന്നത്? അത് ഞങ്ങൾക്ക് ചോദിച്ചു, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു. അത് പാർട്ടി പരിപാടിയായിരുന്നു. എല്ലാരും മാധ്യമങ്ങൾ വന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് അടച്ചിരിക്കാൻ പറ്റും. അവര് വന്ന് ഞങ്ങളുടെ ചോദിച്ചു വിജയായിരുന്നോ, ഒഴിഞ്ഞ കസേര എന്താണെന്ന്. അപ്പൊ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞു. അതെങ്ങനെയാണ് ഞങ്ങൾ ന്യായീകരിക്കണം, ഞങ്ങൾ വിശദീകരിക്കുന്നതാവുന്നത്? വിശദീകരണം ഒന്നും പോലും നാവി വരുന്നില്ല, ന്യായീകരണം ഒന്നേ വരുന്നുള്ളൂ. വെള്ളം വേണോ? വേണ്ട, മറ്റേ ആള് വന്ന് വാർത്താ സമ്മേളനം നടത്തട്ടെ, ദേവസ്വത്തിന്റെ ആള് വന്ന് നടത്തട്ടെ. നിങ്ങളൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ? ഞങ്ങളടുത്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളടുത്ത് ചോദിച്ചോ, ഞങ്ങള് പറഞ്ഞു. അല്ലാതെ ഞങ്ങള് ചിലരെ പോലെ നിങ്ങൾ കൈരളിയാണോ, നിങ്ങള് മറ്റേ ചാനലാണോ, ഞങ്ങളൊന്നും മിണ്ടല്ല, നീ മിണ്ടാതിരി എന്നൊന്നും റെസ്പെക്ട് സംസാരിക്കാനില്ല. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ ആരായിരുന്നു? അത് ഒറ്റ വാക്ക്. ഇത് പറഞ്ഞത് നിങ്ങൾ കൈരളിയാണോ, നിങ്ങൾ മറ്റേതാണോ മറിച്ചതാണോ, മാറി നിൽക്കും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ല. ആരാണ് മാധ്യമ പ്രവർത്തകർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? നിങ്ങളാണോ സർട്ടിഫിക്കറ്റ്? CPM-കാരാണോ? BJP-കാരാണോ? കോൺഗ്രസ്? ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും മാധ്യമങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ നിൽക്കണ്ട കേട്ടല്ലോ. നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത് ഈ രീതിയിലൊക്കെ തന്നെയാ. രാജീവ് ചന്ദ്രശേഖർ പിന്നെ നീ വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊന്നും ഇവിടെ വന്നെന്ന് പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇവിടെ നമുക്കറിയാം എങ്ങനെ. നിങ്ങൾ പിന്നെ എന്തോ കാണിക്കുന്നത്? നിങ്ങൾ എന്തോ കാണിക്കുന്നത്? നിങ്ങളുടെ പിണറായി വിജയൻ ഇവിടുത്തെ മാധ്യമങ്ങളെ കടക്ക് പുറത്തെന്ന് പറയാൻ എന്ത് ധൈര്യമാണ്? പുള്ളിക്ക് അസ്വസ്ഥത വരില്ലേ? അങ്ങരുടെ വീട്ടിനകത്തോട്ട് കയറി ചെന്നായിരുന്നു ഞങ്ങള്? അല്ല, തായ്ക്കണ്ടിയിലെ വീട്ടിനകത്തോട്ട് കയറി ചെന്നായിരുന്നു. ഒരു മീറ്റിംഗിന് പങ്കെടുക്കാൻ വന്നപ്പോ മുറിക്കകത്ത് എല്ലാം കൂടി ക്യാമറ കൊണ്ട് നിൽക്കണം. അപ്പൊ ദേഷ്യം വരൂല്ലേ? വാർത്താ സമ്മേളനത്തിന് വിളിച്ചതാരായിരുന്നോ? അത് പിന്നെ നിങ്ങള് വാർത്താ സമ്മേളനത്തിന് വിളിച്ചതാരാ? പിന്നെ നിങ്ങളുടെ മറ്റേ ഔദാര്യത്തിന് കാത്തുകെട്ടി നിക്കണോ ഇവിടെ? മുഖ്യമന്ത്രി ഈ മറ്റേ അങ്ങോട്ട് കയറി ചെല്ലാൻ ഈ തായ്ക്കണ്ടിയിലോട്ട് വീട്ടിലോട്ടല്ലല്ലോ കയറി ചെന്നത് കടക്ക് പുറത്തെന്ന് പറയാൻ. സെക്രട്ടേറിയറ്റിലല്ലേ? CM-ന്റെ ഓഫീസിലല്ലേ? CM-ന്റെ ഓഫീസ് എന്നുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ തറവാട്ട് വകയായത്? ഞങ്ങൾക്ക് സംസാരിക്കണം, ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പറയാം. അതിന് മുന്നേ വന്ന് മൈക്ക് നോക്കിക്കൊണ്ട് നിന്നാ ഞങ്ങൾ പറയാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ്? ആ പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല. പുള്ളിയാണെങ്കിൽ ഉത്തരം കൊണ്ടിപ്പോ കൊഞ്ഞനം കാട്ടിയതാണ്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ ഇവിടുത്തെ മാധ്യമങ്ങളെ അപഹസിച്ചിട്ടില്ലേ, പരിഹസിച്ചിട്ട് സംസാരിച്ചിട്ടില്ലേ? നിങ്ങൾ കൈരളിയാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ നേതാക്കൾ ജനൻ TV ആണോ എന്ന് ചോദിച്ചിട്ടില്ലേ മൈക്ക് ID കണ്ടിട്ട്? അപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നോണ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ ചാനലല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ല എന്ന് പറയാം. നിങ്ങളുടെ ഒരു രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട കേട്ടോ. നിങ്ങളുടെയൊക്കെ കൊള്ളരുതായ്മകൾ ഇവിടെ വാർത്തയാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞു പിടിച്ച് ചില മാധ്യമങ്ങളോട് ഇത്ര ചൊറിച്ചിൽ വരുന്നത്. അത് രാഷ്ട്രീയ ഏത് കോൺഗ്രസ് ആണേലും BJP ആണേലും CPM ആണേലും അങ്ങനെ പറഞ്ഞു എടുക്കാം അങ്ങോട്ട്. ഞങ്ങളുടെ നിന്ന് താളം ചവിട്ടാതെ പോ, ചൊല്ലേ പോ. കഴിഞ്ഞില്ലേ? വേറൊരു മഹാരാജാവുണ്ട്, തൃശ്ശൂർ മഹാരാജാവ്. ഞാൻ ആരാണെന്ന് അറിയാമോ? അതിനേക്കാൾ വലിയ മഹാരാജാവ് കളിയാണല്ലോ നിങ്ങളുടെ പിണറായി. ഞങ്ങളുടെ പിണറായി ഒരു വട്ടം മാത്രമേ കടക്ക് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാരും. കയ്യിലിരിപ്പ് അതല്ലേ? ഞങ്ങളുടെ
പിണറായി നീണാൾ വരട്ടെ. നീണാൾ വീണോണ്ടിരിക്കുവോ ഇപ്പൊ? നീണാൾ വീണോണ്ടിരിക്കും. സംഘപരിവാറിന്റെ വായിക്കകത്തോട്ട് കൊണ്ടുപോയി വീണ്ടും ശബരിമല വിഷയം വെച്ചു കൊടുത്തിട്ട് ഇപ്പം വായിക്കകത്ത് വിരലിട്ടോണ്ടിരിക്കുവോ? പോടും. എന്നിട്ട് ഗോവിന്ദനും മറ്റേ പിണറായി ഇപ്പൊ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും പഴയതെല്ലാം കുത്തിപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട്. 2018 നിങ്ങൾ ഭക്തരോട് കാണിച്ചതെല്ലാം വീണ്ടും കുത്തിപ്പൊക്കി ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി. അതും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരാവശ്യം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു പോകണ്ടേ? പോക്കോ. അപ്പൊ കയ്യിൽ നിന്ന് പോയി ആഗോള വിജയം അല്ലേ? അല്ല, ആഗോള എന്നെ കൊണ്ടൊന്നും പറയിക്കൽ. പൊടും ഒലിക്കട മൂട്.